എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ്. നോമ്പിന്റെ സമയല്ലേ, അപ്പൊ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പത്തിരിയുടെ കൂടെ കഴിക്കാൻ വറുത്തരച്ച ചിക്കൻ കറി വേണമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുന്നത് കേൾക്കുന്നത് എന്നും മറന്നു പോകും. ഇന്നിപ്പോ എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കി. അപ്പോഴാണ് ഞാൻ വീണ്ടും ഓർത്തത്, അയ്യോ നിങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന്. കാരണം ഇപ്പൊ നാട്ടില് നമ്മുടെ ചന്ദ്രക്കാരൻ മാങ്ങ, അതുപോലെ ചപ്പിക്കുടിയൻ മാങ്ങയൊക്കെ നല്ല സീസൺ അല്ലേ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ നാട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും, ലീവിന് ചെല്ലുമ്പോഴേക്കും അതിന്റെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാങ്ങ അതിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഫ്രീസറിൽ വെക്കും. 10 വീതമുള്ള ഒരു പാക്കറ്റ് ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന മാമ്പഴം അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ നാട്ടിലേക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വെക്കേഷൻ ചെല്ലുന്ന സമയത്ത് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിക്ക് കൂട്ടിയിട്ട് ചോറുണ്ടാവും അല്ലെ. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് എങ്ങനെയാണ് വറുത്തരച്ച് ചിക്കൻ കറി ചെയ്യാന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ചിക്കൻ വറുത്തരച്ച് വെക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ നുറുക്കിയിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളാക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം. കഷ്ണങ്ങളിലൊക്കെ നല്ലോണം മസാല പിടിക്കാൻ ചെറുതാക്കി ഇടുമ്പോഴാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഒരു 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് തിരക്കുണ്ട് എന്നുണ്ടെങ്കിലും ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. 5 മിനിറ്റെങ്കിലും വെച്ചാൽ മതിയോ. 20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചിക്കൻ വറുത്തരയ്ക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലോട് കൂടിയുള്ള മൊത്തത്തിലുള്ള ഫ്രഷ് ചിക്കനാണ് ഏറ്റവും നല്ലത്. ബ്രസ്റ്റ് പീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നാളികേരം ഒന്ന് നന്നായി വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു കടായി വെക്കുക. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 ഭാഗം തേങ്ങ, അതായത് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞിടുക. തേങ്ങ വറുക്കുമ്പോൾ വളരെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ട് വറുത്താൽ മതി. ബാക്കി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക് നെടുകെ കീറിയിടുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരുംജീരകം. പെരുംജീരകത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂൺ മതി ഇപ്പം ഇതിലേക്ക് ചേർക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ തേങ്ങ ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിൽ പൊടികളാണ് ആഡ് ചെയ്യുന്നത്, അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഓത്തന്റിക് ആയിട്ട് നമ്മൾ വറുത്തരച്ച് ചെയ്യുമ്പോൾ സാധാരണ മൊത്തത്തിലുള്ള വറ്റൽമുളകും അതേപോലെ തന്നെ മല്ലിയൊക്കെയാണ് ഇടാറുള്ളത്. പക്ഷെ അത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ്. ടേസ്റ്റ് ഒക്കെ ഏകദേശം ഇപ്പോൾ സെയിം പോലെയൊക്കെ തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഈസി അല്ലേ എല്ലാവർക്കും താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയും മുളകും മൊത്തത്തിലുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കും പകരമായിട്ട് അത് റീപ്ലേസ് ചെയ്താൽ മാത്രം മതിയോ. അപ്പൊ അതാണ് ഇടുന്നതുണ്ടെങ്കിൽ ഈ സമയത്ത് നാളികേരം വറുക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ മൊത്തത്തിലുള്ള മല്ലിയും മൊത്തത്തിലുള്ള മുളകും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പക്ഷെ ഞാനിവിടെ പൊടി ചേർക്കുന്ന കാരണം അവസാനമാണ് പൊടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആകെപ്പാടെ ടൈം പോകുന്നത് ഈ വറക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഗോൾഡൻ കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ചൂട് സൂക്ഷിക്കുക. ചൂട് മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സാധനം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ചിലർ പറയാറുണ്ട്, ചേച്ചി എന്തിനാ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ വരാതിരിക്കാൻ. ഒരു ടീച്ചർ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു തരില്ലേ, തെറ്റ് വരാൻ സാധ്യതയുള്ള ഭാഗത്താണ് ടീച്ചർ റിപ്പീറ്റ് ചെയ്യാം. ഞാനൊരു ടീച്ചർ മോളായതുകൊണ്ടായിരിക്കാം, എനിക്കൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ഇത് വരുമ്പോൾ ക്ഷമിക്കും മക്കളെ. അപ്പോൾ അതെ, ഇപ്പോൾ ഇത് മതി. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. കാരണം ഓവറായിട്ട് കരിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ സ്വാദങ്ങൾ കംപ്ലീറ്റ് മാറിപ്പോവും. അപ്പൊ നമുക്ക് അതിൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയാണ്. സാധാരണ ഞാൻ മല്ലിപ്പൊടി കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ വറുത്തരച്ച കറി ആയതുകൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ല കളർ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു 2 മിനിറ്റ് വേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ താഴെ കരിഞ്ഞു പോകും. നല്ല മണാണ് അടുക്കളയിൽ. എല്ലാ നാളികേരത്തിൻ്റെയും പൊടികളും എല്ലാം കൂടി ഇപ്പോൾ അടിപൊളി മണമാണ്. ഏകദേശം ആവാറായിട്ടുണ്ട്.
പിന്നെ സ്പൈസ് ലെവൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കയ്യിൽ ഓരോരുത്തരുടെ, എൻ്റെ കയ്യിലുള്ള മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും അനുസരിച്ചാണ് ഞാൻ പറയുന്ന അളവുകൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. പക്ഷേ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് സ്പൈസി ആവണ്ടേ. എരിവ് കുറഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മതി. നല്ലോണം വറുത്തിട്ടുണ്ട്, നല്ല പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. കാരണം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അടിവശം കരിഞ്ഞു പോകും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ഒരു മിക്സിയിലോട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞിടാം. നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. മൊത്തത്തിൽ തന്നെ ഇടുകയാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും അരഞ്ഞ് കിട്ടാൻ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, ഫെനൽ സീഡ്സ് കേട്ടോ, നല്ല ജീരകമല്ല, ഫെനൽ സീഡ്സ്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അങ്ങ് അരച്ചെടുക്കുക. കടായി വെക്കുക, ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. സവാളയൊക്കെ വഴറ്റുണ്ടല്ലേ, അപ്പോൾ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ വെളിച്ചെണ്ണ. എപ്പോഴും വറുത്തരച്ച കോഴിക്കറിയൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് നാടൻ ഐറ്റംസ് വെക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരുംജീരകത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ നാടൻ ചിക്കൻ കറിയിൽ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ആ പച്ചമണം മാറിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്, ഞാനിതിൽ ചെറിയുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 100 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ചെറിയുള്ളി. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത്. വഴറ്റിയപ്പോഴും നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പേരൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു സവാളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി കൂടാണ്ട് ഒരു സവാള ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്യുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി കിടന്ന് വഴണ്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. എന്നാലാണ് റിയൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എൻ്റെ നാടൻ ചിക്കൻ കറി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൊസീജിയറൊക്കെ സെയിം ആണ് ഇതുവരെ കേട്ടോ. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും റിക്വസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണ് വറുത്തരച്ച ചിക്കൻ കറി, വറുത്തരച്ച മീൻ കറി, വറുത്തരച്ച മുട്ടക്കറി. അപ്പം ഞാൻ വിചാരിച്ചു ശരി, നോമ്പ് കാലത്തിന് എന്നോട് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു പത്തിരിയുടെ കൂടെ അവർക്കൊക്കെ ഇഷ്ടം വറുത്തരച്ച ചിക്കൻ കറിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വറുത്തരച്ച ചിക്കൻ കറി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എൻ്റെ നാടൻ ചിക്കൻ കറിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സവാളയുടെയൊക്കെ ചെറിയുള്ളിയുടെയൊക്കെ കളർ നന്നായി മാറി ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി അരിഞ്ഞിടാം. നന്നായി പഴുത്ത അധികം പുളിയില്ലാത്ത തക്കാളി വേണം അരിഞ്ഞിടാൻ. വറുത്തരച്ച ചിക്കൻ കറിയിൽ പുളി അങ്ങനെ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും തക്കാളി ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് അങ്ങ് ആയിക്കോട്ടെ. ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നന്നായി നൈസായിട്ട് അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചിട്ട് ഒന്നും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തൽക്കാലം ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല ഞാനിതിൽ. ഇതിൽ നിന്ന് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായി ഇറങ്ങി വരും. കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി കൂടും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ടങ്ങ് വേവട്ടെ. അടച്ചു വെക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ചിക്കൻ കറി പകുതി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കായ തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് കായയ്ക്ക് പകരമായിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കായ ഇടണമെന്ന് ഓരോ നിർബന്ധമില്ല, ചിക്കൻ മാത്രം വെച്ചുണ്ടാക്കാം. പക്ഷേ അതൊരു പഴയ ഓർമ്മകൾ കൊണ്ടുവരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി തന്നെ ഇത് അത്രയും ടെൻഡറായിട്ടുള്ള ചിക്കനാണ്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കായ വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവി വേണം. അപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണിത്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി അങ്ങ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം.
കാരണം ഇത് തിക്കാവും. ഈ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഈ കറി ഭയങ്കരമായിട്ട് തിക്കായിട്ട് മാറും. അത് ഒരുപാട് തിക്കായി കഴിഞ്ഞാലും കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വീണ്ടും വേവിക്കാം. ചിക്കൻ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഒന്ന് നോക്കാനും മറക്കരുത് ഇതിന്റെ വേവ്. പിന്നെ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കായ്ക്ക് പരമായിട്ട് നിങ്ങൾക്ക് പൊട്ടറ്റോ ഇടാം. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ പൊട്ടറ്റോ കൂടുതൽ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ കൊഴുപ്പ് കൂടും നമ്മുടെ കറിക്ക്. കായാണെങ്കിൽ നല്ല കട്ടിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ച് ഇടാം. ഇത് ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റും കായും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല സ്പൈസി കറിയാണ് കേട്ടോ, നല്ല സ്പൈസിയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മുളക് പൊടിയുടെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി. കറിയൊക്കെ നാളേക്കാണ് റിയൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഞാനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്കാകുമ്പോഴേക്കിനും പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോഴും ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ എനിക്ക് എപ്പോഴും പിറ്റേ ദിവസത്തേക്കാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. കായൊന്ന് ഞാൻ എടുത്ത് നോക്കട്ടെ കായ വെന്തിട്ടുണ്ടോയെന്ന്. കായ വെന്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. കായും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയാണെന്നാണ് മീനി. ഒന്നും കൂടെ വേവാണ്ട് കായ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. കായ വെന്തോന്ന് ഞാൻ നോക്കട്ടെ ഒന്നിട്ട് എടുത്തിട്ട്. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഓ അടിപൊളിയായിട്ടുണ്ട്. കായ നന്നായിട്ട് വെന്തിട്ട് ഇതിൽ നോക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് കൂടെ കാണുമ്പോൾ എനിക്ക് മീൻ കറിയുടെ കളറാണ്. പക്ഷേ ഈ കളറല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ ആണ്. ചാറിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഉപ്പും പുളിയും എരിവും. പുളി അങ്ങനെ അധികമില്ല, കാരണം നമ്മൾ ഒരു ചെറിയ തക്കാളിയല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മതി. ഇനി നിങ്ങൾക്ക് തണുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ തിക്കാവും ഗ്രേവി. അപ്പോൾ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ ഗ്രേവിക്ക് അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഒരുപാട് എൻ്റെ വീട്ടിൽ ചിലവാവില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടില്ല, കുറച്ച് വറ്റിച്ചിട്ടുണ്ട് ഓൾറെഡി ഒഴിച്ച വെള്ളം. അപ്പോൾ ചാറിൻ്റെ അളവൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇനി നമുക്കിതിലോട്ട് ഉള്ളി കാച്ചിട്ട് ഒഴിക്കണം. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒരു 4 ചെറിയ ഉള്ളി കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കടുക് കാച്ചാറില്ല, ചിക്കനിലൊന്നും ഞാൻ കടുക് കാച്ചാറില്ല. ചില സൈഡിൽ കടുക് കാച്ചും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കടുക് കാച്ചി ഒഴിക്കാം. പക്ഷേ തൃശ്ശൂർ സൈഡിലൊക്കെ എപ്പോഴും ചെറിയ ഉള്ളി മാത്രമേ ചിക്കൻ കറിയിലും മീൻ കറിയിലൊക്കെ കാച്ചി ഒഴിക്കാറുള്ളൂ. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെറിയ ഉള്ളി റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല കളർ വന്നിട്ടുണ്ട് ചിക്കൻ കറിക്ക്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ പത്തിരിയും ഈ വറുത്തരച്ച കോഴിക്കറിയും എന്താ പറയുക, എനിക്ക് പത്തിരി ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ കോമ്പിനേഷൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ ഇത് കെട്ടിയോ വന്നു, കാച്ചുന്നേക്കാൾ മുമ്പ് ചിക്കൻ കറി എടുത്ത് ചോറുണ്ടു. ഇനിയിപ്പോൾ എനിക്ക് ചപ്പാത്തിയോ എന്തെങ്കിലും ആക്കണം പിള്ളേർക്ക് കൊടുക്കാൻ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ചാറ് ഇതിലേക്ക് തിരിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മളിപ്പോൾ മിക്സ് ചെയ്യേണ്ട, അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ആ ഫ്ലേവർ കംപ്ലീറ്റ് നമ്മൾ കറിയിലോട്ട് നന്നായിട്ട് അങ്ങ് വ്യാപിക്കണം. അതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മുടെ കറി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ മണം, നല്ല കളറായിട്ടുണ്ട്, നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. വാവ്, ഇപ്പോഴാണ് റിയൽ ആയിട്ടുള്ള എന്താ മണം എന്നറിയോ മക്കളെ. നിങ്ങൾ വേഗം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഇരിക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചിക്കൻ കഴിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്